അതിശക്തമായ ചൂടാണ്. ആർക്കും സഹിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള ചൂടാണ്. ചിലയിടങ്ങളിൽ 40-45 ഡിഗ്രിയുമാണ് ചൂടിൻ്റെ തോത് കാണിക്കുന്നത്. ആർക്കും സഹിക്കാൻ പറ്റുന്നില്ല. വളരെ ശക്തമായ അതിശക്തമായ കഠിനമായ ചൂടാണ് കേരളത്തിൽ ഇപ്പോൾ അനുഭവപ്പെട്ടു കൊണ്ടിരിക്കുന്നത്. ഈയിടക്ക് ചില ആളുകൾ ചോദിക്കാറുണ്ട്, ചില ഉസ്താദുമാരുടെ പ്രസംഗത്തിൽ നിന്ന് കേട്ടിട്ട് ചോദിക്കാറുണ്ട്, ഈ ശക്തമായ ചൂട് നരകത്തിൽ നിന്നുള്ള ഒരു കാറ്റാണ് വീശുന്നതാണ് എന്ന് ചിലർ പറയാറുണ്ട്. ചില ആളുകൾ ചോദിച്ചിട്ടുമുണ്ട്, എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം? അങ്ങനെ ഒരു ചൂട് ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ ഇങ്ങനെ കാണാൻ കഴിയും, നരകത്തിൽ നിന്നുള്ള ഒരു ചൂടാണ് എന്നുള്ളത്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ് 3 സ്ഥലങ്ങളിൽ ഇമാം ബുഖാരി ഇതുമായി ബന്ധപ്പെട്ട് ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം മുസ്ലിമിലും ഈ ഹദീസ് കാണാൻ കഴിയും. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്തഖത്തിൻ നാറു ഇലാ റബ്ബിഹ ഫഖാലത് റബ്ബി അകല ബഅലി ബഅലൻ ഫഅദിന ലഹാ ബിനഫ്സൈൻ. നരകം അല്ലാഹു തആലയോട് പരാതിപ്പെടുകയാണ്. ആ പരാതിപ്പെടുന്ന വേളയിൽ ഉള്ളൊരു സംഭവം പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല 2 തവണ ഒരു ശ്വാസം വലിക്കുവാൻ, ഒന്ന് ഊതാൻ അല്ലാഹു തആല സമ്മതം കൊടുക്കുകയാണ്. അതിൽ ഒന്ന് ചൂടുകാലത്താണ് എന്ന്. അപ്പോൾ ഈ ചൂടുകാലത്ത് ഉള്ള ഈ ശക്തമായ ചൂടിന് പ്രധാനപ്പെട്ട കാരണം ഒന്ന് ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് നരകത്തിൽ നിന്നുള്ള ഒരു കാറ്റാണ്, നരകത്തിൽ നിന്നുള്ള ഒരു അടിച്ചു വീശലാണ് ഈ ചൂടിന് പ്രധാനപ്പെട്ടൊരു കാരണം എന്ന് ഹദീസിൽ നിന്ന് കാണാൻ കഴിയും. ഫ ഇന്ന ഷിദ്ദത്തൽ ഹരി മിൻ ഫൈഹി ജഹന്നമ. നരകത്തിൽ നിന്നുള്ള ഫൈഹ്, ആ കാറ്റ് അടിച്ചു വീശലാണ് നരകത്തിൻ്റെ, അതാണ് ഈ ശക്തമായ ചൂടിനുള്ള പ്രധാനപ്പെട്ടൊരു കാരണം എന്ന് ഹദീസിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടും. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് പ്രധാനപ്പെട്ട 2 കാര്യം മനസ്സിലാക്കണം. ഈ ഹദീസിൻ്റെ പ്രത്യക്ഷാർത്ഥം തന്നെയാണോ ഉദ്ദേശിക്കുന്നത്? അതായത് ഇന്ന് കാണുന്ന ചൂട് അത് നരകത്തിൽ നിന്നുള്ള ചൂട് തന്നെയാണോ? അധിക പണ്ഡിതന്മാരും ഇമാം നബവി റളിയല്ലാഹു അൻഹു അടക്കമുള്ള പണ്ഡിതന്മാരൊക്കെ പറയുന്നത് അതങ്ങനെ തന്നെ, പ്രത്യക്ഷാർത്ഥത്തിൽ തന്നെ, അതിൻ്റെ ബാഹ്യാർത്ഥത്തിൽ തന്നെ നമ്മൾ കരുതണം, നരകത്തിൽ നിന്നുള്ള ചൂടാണ് ഇതടിച്ചു വീശുന്നത് എന്ന്. കാരണം നരകവും സ്വർഗവും നേരത്തെ അല്ലാഹു തആല സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴും നരകവും സ്വർഗവും സൃഷ്ടിക്കപ്പെട്ട സംഗതിയാണ്. അതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശ്വാസം. അപ്പോൾ നരകത്തിൽ നിന്നുള്ള കാറ്റാണ് ഈ ചൂടിനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. മറ്റൊരു അർത്ഥം, ഈ ഹദീസിന് പണ്ഡിതന്മാർ നൽകിയ അർത്ഥം ഇതിൻ്റെ ബാഹ്യ അർത്ഥം ഉദ്ദേശിക്കപ്പെടണമെന്നില്ല. ഇപ്പോൾ ഉള്ള ചൂട് ഇങ്ങനെയാണ്, സഹിക്കാൻ പറ്റുന്നില്ല, നമുക്കാർക്കും സഹിക്കാൻ പറ്റാത്തതാണെങ്കിൽ ഇതിനേക്കാൾ എത്രയോ 10 മടങ്ങ് എത്രയോ ഉയർന്നതാണ് നരകത്തിലെ ചൂട് എന്നുള്ളത്. അപ്പോൾ ഇതിലൂടെ ഈ ദുനിയാവിലെ ഈ ചൂട് ഇത്ര ശക്തമാണെങ്കിൽ ഇതിലേറെ 10 മടങ്ങും ഇരട്ടിയുമെല്ലാം ഇതിനേക്കാൾ ഇരട്ടി ദൈർഘ്യമുള്ള കഠിനമായ ചൂട് നരകത്തിലെ ചൂടാണ് എങ്കിൽ ഇതിലൂടെ നരകത്തിലെ ചൂട് മനസ്സിലാക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നമ്മൾ ഖേദിച്ച് മടങ്ങുകയും നരകത്തെ തൊട്ട്, ആ നരകത്തിൻ്റെ ചൂടിനെ തൊട്ട് നമ്മൾ കാവൽ തേടുകയും അതിനെപ്പറ്റി ബോധവാന്മാരാകുകയും വേണം. അതിലേക്കുള്ള സൂചനയാണ് ഈ ഹദീസിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് മറ്റു ചില പണ്ഡിതന്മാരും പറയുന്നു. അപ്പോൾ 2 അർത്ഥവും ഹദീസിന് 2 അർത്ഥവും ഇവിടെ പണ്ഡിതന്മാർ പറഞ്ഞതുകൊണ്ട് നമുക്ക് കാര്യം വ്യക്തമാകാം. ഒന്ന്, ഈ ചൂട് നരകത്തിൽ നിന്ന് കാറ്റ് കൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഈ ചൂടിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നരകത്തിലെ ചൂട് അതിഭയാനകരമാണ്, അതിഭീകരമാണ്, ഇതിനേക്കാൾ എത്രയോ 10 മടങ്ങുള്ളതാണ്. അതുകൊണ്ട് നരകത്തിലെ ചൂടിനെ തൊട്ട് നമ്മൾ നരകത്തിൽ പ്രവേശിക്കാതെ ആ ചൂടിനെ തൊട്ട് കാവൽ തേടുകയും അത് എത്താതിരിക്കാൻ, ആ ചൂട് നമ്മളിലേക്ക് എത്താതിരിക്കാൻ, അതിനു വേണ്ടിയുള്ള നരകത്തിലേക്ക് പ്രവേശിക്കാതിരിക്കാനല്ല, നരകത്തിലേക്ക് പോകാതിരിക്കാനല്ല, അതിലേക്കുള്ള വഴികൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ നമ്മൾ ചെയ്യണം എന്നും ഈ 2 അർത്ഥവും ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഇമാമിൽ പഠിപ്പിക്കുകയാണ്. സംശയങ്ങൾ കമൻറ്റ് ചെയ്യുക. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.